സുഹാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ വളാഞ്ചേരി. ഇപ്പം ഞാനുള്ളത് അത്തിപ്പറ്റയിലെ എൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ എന്താ ഒരു യാത്ര പുറപ്പെടുക, ദുബായിക്കൊന്ന് പോവാണ് വിത്ത് ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ നാട്ടിൽ നിന്ന് നാളെ പുലർച്ചെ കയറും. ഇപ്പം സമയം 3 മണി കഴിഞ്ഞു, 3:30. ഇവിടെ ഇപ്പം 7:10. പ്രളയമാണ്, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യും? നമ്മൾ 4 മാസം മുന്നേ ജനുവരിയിൽ പ്ലാൻ ചെയ്താണ് കുട്ടികളെ ലീവ് ഏപ്രിലാണ്, അപ്പോൾ ഏപ്രിലിൽ പോകണം എന്നുള്ളത്. ഞാനിതാ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും എന്താ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. എനിക്ക് 4 മണിക്കൂർ ഇവിടുന്ന് ട്രാവലിംഗ് ഉണ്ട് എയർപോർട്ടിൽ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ഞങ്ങളെ കൂടെ കൂടിക്കോളി. നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും പ്രതീക്ഷയിലാണ് പോകുന്നത്. ഓക്കെ, ബൈ. അതെ, നമ്മൾ സ്റ്റേഷനിൽ എത്തിട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ബസ് കയറേണ്ടത്. ഇതാണ് ട്രെയിൻ. ഇപ്പുറത്താണ് ട്രെയിനിൻ്റെ സ്റ്റേഷന്. ട്രെയിനിൻ്റെ ഇതൊക്കെ ബസ്സിൻ്റെ ഇത് ഫുള്ള് ബസ് സ്റ്റേഷനാണ്. ആ ബിൽഡിംഗ് ആണ് അത് ട്രെയിന് പോകണം. ഇതാ ഈ വണ്ടിയാണ്. ഇതിപ്പോൾ ലണ്ടനിൽ നിന്ന് വന്നതാണ്. നമുക്കൊരു 10-20 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഗ്രീൻ ലൈൻ ബസ്. ഇതാണ് ഗ്രീൻ ലൈൻ. ഇത് ലണ്ടൻ ടു ലൂട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ട് സർവീസ് നടത്തുന്ന വണ്ടിയാണിത്. നാടൊക്കെ കോച്ച് ബസ്സൊക്കെ ഉണ്ടാവില്ല, മറ്റേ ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന കോച്ച് ബസ് ഉണ്ടാവില്ല, അതേപോലത്തെ ബസ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇറങ്ങി, വിക്ടോറിയ സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ബസ് കയറാൻ. അതാണ് വിക്ടോറിയ കോച്ച് സ്റ്റേഷൻ. അങ്ങോട്ട് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഉള്ളിൽ കയറി. അന്ന് ഇരുന്നത് തന്നെ ഗേറ്റ് 7 നമ്മൾ അന്നും പോയിരുന്നത്. ഇന്നും ഗേറ്റ് 7 തന്നെ. ഗേറ്റ് 7 അടുത്ത് നമ്മൾ ന്യൂസിൽ നമുക്ക് വിളിക്കാം. നമുക്കിപ്പോൾ ടൈമായി 9:41. 9:50 നമ്മൾ വണ്ടി. ടൈമാകുമ്പോൾ ഈ ഡോറ് സെക്യൂരിറ്റി ഒന്ന് തുറന്നു തരും. നമ്മൾ പോയിട്ട് ഈ വണ്ടിയിലാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൽ എത്തിട്ടോ. ഓക്കെ, ബോർഡിംഗ് പാസ് എടുത്തു. അപ്പൊ ഞങ്ങളെ ബോർഡിംഗ് പാസ് കിട്ടി. ഞങ്ങളിതാ എമിഗ്രേഷന് വേണ്ടിയിട്ട് എസ്കലേറ്റർ വഴി ഇതങ്ങനെ കയറി വരുന്നതിന്റെ കുട്ടി ഇതാ ചാടി. ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതാ ഉള്ളിൽ കയറി. ഇത് കഴിഞ്ഞ് ഗേറ്റ് നമ്പർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഗേറ്റ് നമ്പർ നോക്കണം, എന്നിട്ട് അതിലൊക്കെ പോയിരിക്കണം. അങ്ങനെ ഞങ്ങൾ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇനി വെയിറ്റിംഗ് ആണ്. സോ ആ വെയിറ്റിംഗ് ഞങ്ങൾ എന്തായാലും VIP ലോഞ്ചിലാവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ VIP ലോഞ്ചിൽ കയറി. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം, നമുക്കിവിടെ വെയിറ്റും ചെയ്യാം. ഏതായാലും 1 മണിക്കൂറും ഫ്ലൈറ്റിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ കോഴിക്കോട് ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ആദ്യ സ്ഥാനത്ത് എറണാകുളത്ത് കൊച്ചിയിലോ മറ്റൊക്കെ ആണെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഇവിടെ ഉറക്കപ്പൂരിയും ഇസ്റ്റും ഇഡലിയും പിന്നെന്താ പൂളക്കേനോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ കോഫി, ജ്യൂസ്. 2 ഉറുപ്പികയ്ക്ക് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. നമ്മളിത് എല്ലായിടത്തും വിസ കാർഡ് ഉണ്ടാവും. ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ ബോർഡിംഗ് പാസ് അവിടെ കാണിച്ചാൽ ഒരു ബോർഡിംഗ് പാസിൽ ഒരു കാർഡിൽ ഒന്നേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇഷ്ടംപോലെ കാർഡ് ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ എന്താ കയറിയിട്ടുണ്ട്. വെറും 2 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കട്ടാവുള്ളൂ. നമുക്ക് ശരിക്കും പക്ഷേ ഇതൊന്നും സൗകര്യമല്ല. ഇത് ശരിക്കും എറണാകുളത്ത് നമ്മൾ കൊച്ചിയിലോ അതല്ലെങ്കിൽ പുറത്തുള്ള ഇതൊക്കെയാണ് ശരിക്കും VIP ലോഞ്ച്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കട്ടൻ ചായ കുടിക്കില്ല. അതാണ് ഇവിടെ ഉള്ള സാധനങ്ങൾ. അവിടുത്തെ സാധനങ്ങൾ വീഡിയോ എടുത്തിട്ടുള്ളത് കാര്യമായിട്ടൊന്നുമില്ല. വളരെ ലൈറ്റായിട്ട് ഇവിടെ ഉള്ളൂ. ഇതിന് സൗകര്യം കുറവാണ്. ക്യാപ്പിച്ചിനോ കണ്ടിട്ടോ, ക്യാപ്പിച്ചിനോ കൊടുത്തു, കോഫി ക്യാപ്പിച്ചിനോ കൊടുത്തു, കഴിച്ചോ. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇനിയും ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ കൂടി ഉണ്ട്. 8:30 ഫ്ലൈറ്റ്. സോ ആ 1 മണിക്കൂർ ഞങ്ങൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെതാ യുവാനുലേക്ക്
വണ്ടിക്ക് നാശാക്കും ട്രെയിൻ. മണിക്കൂറുകൾക്ക് ശേഷം പ്ലെയിനിൽ കയറാൻ വേണ്ടി പോവാണ്. ഗേറ്റ് നമ്പർ A30C. അരിക്കൂടി ഉണോ എന്നോട് പഴുവേറും നിങ്ങൾ എടുക്കണോ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ദുബായിലെത്തി ഇമിഗ്രേഷൻ്റെ അടുത്ത് വന്നിട്ടാണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ബാഗേജ് കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ. കൂട്ടി കുട്ടി ഞങ്ങളിവിടെ എത്തിട്ടോ. ഞങ്ങൾ എത്തിയൊന്നും പറയണ്ട. ഒരു എത്ര മണിക്കൂർ പോയി? 11:30 കുറച്ച് ഞാൻ 9:30 എത്തിയതാണ്. 11:30 മണിക്ക് നമ്മൾ ലാൻഡ് ചെയ്യും. എങ്ങനെ ഇവിടുത്തെ 11:30 മണിക്ക് ഇവിടുത്തെ 11:30 ഇവിടെ ഇപ്പൊ എത്രയായി? അതിൽ നോക്കുമ്പോൾ 4:30 നാട്ടിൽ ഇവിടുത്തെ 11:30 എത്തിയിട്ട് മക്കളെ 2 മണി വരെ 12:30, 1:30, 2.5 മണിക്കൂർ കസ്റ്റംസേൽ കൊണ്ടുപോയി. ഒരു ഡ്രോണ് കൊടുന്നതാ. ലാസ്റ്റ് ഒരു പറയാണ് ആദ്യം തന്നെ അവരെ പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ പോന്നിരുന്നു. ആദ്യം ആ പിടിച്ച ആളെ നമ്മളോട് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് ഇത് ഇവിടുന്ന് കൊണ്ടുപോകണം. ഒരു ഫോർമാലിറ്റീസ് ഉണ്ട്, അത് ഫിനിഷ് ചെയ്ത് കൊണ്ടുപോകണം. അതല്ലെങ്കിൽ പെർ ഡേ 100 ദിർഹം ഫൈൻ വരും. ലാസ്റ്റ് ഉച്ചക്ക് അവരുടെ ഡ്യൂട്ടി മാറി വേറെ സ്റ്റാഫ് വന്നു. വേറെ സ്റ്റാഫുകൾ വന്നു പറഞ്ഞാൽ അങ്ങനെയുള്ള റൂൾസ് 15 ദിവസം ഫ്രീ ആണ്. ഞങ്ങൾ 15 ദിവസം കൂടെ തിരിച്ചു വന്നതല്ലേ. അപ്പൊ നിങ്ങൾ എടുത്തോണ്ട് ഡോറൊന്നും പറഞ്ഞ് ഞങ്ങളുടെ ഇറങ്ങി പോകും. അതല്ല 1.5 മണിക്കൂറോളം ഇരുന്ന് ഓൺലൈനിൽ കുറേ രജിസ്റ്റർ ചെയ്യാൻ നോക്കി. വെറും മിറർ. ഒരു ലാസ്റ്റ് മിററൊക്കെ മാറി പേയ്മെന്റിന്റെ ഓപ്ഷൻ വന്നു. 120 ദിർഹം കിട്ടിയ സാധനം കൊണ്ടാണ്. അപ്പൊ നോക്കുമ്പോൾ പേയ്മെന്റ് നടക്കുന്നില്ല. ഈ 1.5-2 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്ന് കളിച്ച് ഒരു രക്ഷയുണ്ടായില്ല. ലാസ്റ്റ് ഇപ്പൊ ഞങ്ങളതാ ഡ്രോൺ അവിടെ കൊടുത്തു. ഞങ്ങൾ പോകുന്നു. അതിന് പേപ്പർ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു പോകുമ്പോൾ റോഡ് ഡ്രോൺ ഷൂട്ടുകൾ ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ടാക്സിയിലാണ് പോകുന്നുണ്ടോ. ഇവർ യാറിസിലും ഞങ്ങൾ ഇനോവയിലും. ഞങ്ങൾ 4 പേര് ഇനോവയിൽ, ഇവർ 3 പേര് യാറിസിൽ കയറി ഞങ്ങൾ പുറപ്പെട്ടു. അവസാനം ഇതാ ഞങ്ങൾ ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ട്, ഇതാണ് നമ്മളെ ഷാഫ്രാൻ ഹോട്ടൽ. ഓക്കെ,
അൽ റിഗയിൽ ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളാട്ടോ, സനൂപും റംഷാദും പിന്നെ എത്തിയത്. ഞങ്ങൾ റിസപ്ഷനിൽ വന്ന് ഞങ്ങൾ ബുക്കിംഗ് പറഞ്ഞു. ഓൾറെഡി നമുക്ക് 3 റൂം ബുക്കിങ്ങുള്ളതാണ്. 13 ദിവസത്തിന് ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഇതാ ഞങ്ങൾ ലിഫ്റ്റ് മാർഗം ഞങ്ങൾ നേരെ ഞങ്ങളെ റൂമിലേക്ക് 3ാം ഫ്ലോറിലാണ് ഞങ്ങളെ റൂമുകളുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നേരെ വിട്ടു. ഓക്കെ, 309, 310, അതിന്റെ ഉള്ളിൽ ചെല്ല് കുട്ടി കറിയാണ്. സോ ഗൈസ്, റൂമേ ഞങ്ങൾക്ക് 9, 10, 13 അങ്ങനെ 3 റൂമായിരുന്നു. അത് ഞാൻ പിന്നെ റിസപ്ഷനിൽ പോയി പറഞ്ഞ് റൂം മാറ്റം വരുത്തി 8, 9, 10 ആക്കി. അതാകുമ്പോൾ ഒരേ കോണിൽ ഞങ്ങൾക്ക് 3 റൂമും കിട്ടും, ഒരു പ്രൈവസി കിട്ടും. മറ്റേത് 13 അപ്പുറത്തായിരുന്നു. അത് ഞാൻ റിസപ്ഷനിൽ പോയി പറഞ്ഞ് അതൊക്കെ മാറ്റം വരുത്തി. അങ്ങനെ ഞങ്ങൾ 3 റൂം എടുത്തു. മക്കളെ ഞങ്ങൾ റൂം നല്ല ടയറാണ്, റൂം എടുത്തു. റൂം ഓക്കെ, 8, 9, 10 3 റൂം. ചെറിയ റൂമാണ്, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. എന്താ ഇതിന് വന്നു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഡ്രസ്സൊക്കെ വെക്കാൻ കുശലൊക്കെ ഉണ്ട്, നിസ്കരിക്കാൻ. പിന്നെ ലോക്കറുണ്ട്, ഇപ്പോഴത്തെ ടോയ്ലറ്റ് കുഴപ്പമില്ല. ബാത്ത് ടബ് വരെ ഉള്ളതാണ്. ഓക്കെ, അതിൽ ഇന്ന് മുറിച്ചു കൊണ്ടിരുന്നു. ബാത്ത് ടബ് ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതൊരു റൂം, ഒരു ബാൽക്കണി, അങ്ങോട്ട് കാണുന്ന ബാൽക്കണി. ഓക്കെ, ഇവിടെ ഒരു ഏരിയ 3rd ഫ്ലോറിലാട്ടോ. ഇതിങ്ങനെ TV, ഒരു ഡ്രസ്സിങ്, കണ്ണാടി കാര്യമൊക്കെ ആയിട്ട് ബെഡ്. കുഴപ്പമില്ല, അത്യാവശ്യം സൺറൈസ് ചെയ്യണം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത റൂം തൊട്ട ചാരിറ്റ് തന്നെ നേരെ വന്നു കഴിഞ്ഞാൽ 9 സെയിം റൂം. അതിനാ കണ്ട കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി കുറച്ച് സ്പേസ് കൂടുതലുണ്ട്. അപ്പൊ ഞാൻ എടുത്തു. ഓക്കെ, സ്പേസ് കൂടുതലുണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ആ റൂമിന് നേരെ ഓപ്പോസിറ്റ് പറയാം. ഓക്കെ, ഇതിന്റെ വിൻഡോസ് ഒക്കെ സൈഡില് ബാത്റൂം തന്നെ. ഓക്കെ, കുഴപ്പമില്ല, ഒരേപോലെ തന്നെ ടിവിയും കാര്യങ്ങളും സൗകര്യമുള്ള റൂം തന്നെയാണ്. അപ്പൊ അത് മതിപ്പ നമുക്കിവിടെ കറങ്ങാനല്ലേ. പക്ഷേ മക്കളെ ഞങ്ങളെ ബസ്സിന്ന് ഉൾപ്പാടാണ്. ഇതാ ആടുകൾ കഴിക്കണം കേട്ടോ, പച്ചക്കറികൾ. ഞങ്ങൾ ആടുജീവിതത്തിലാണ്. അപ്പൊ ഞങ്ങള് ഭക്ഷണമൊക്കെ കൊടുന്നു. ഓക്കെ, ബസ്സിട്ട് നിൽക്കാം. ഇതെന്താടാ? അത് മറ്റേതിന്റെ തൈരിന്റെ ഇത്. ഇതിന്റെ ചോറാ? ബിരിയാണി ഉണ്ടോ? ബിരിയാണി ഉണ്ട്, കപ്സ് ഉണ്ട്, കുബൂസ് ഉണ്ട്, ചോറുണ്ട്. നിങ്ങൾ കൊടുക്കാനുള്ളത് ചോറ്. എന്ത് മീനാണത്? മീനല്ലേ? പിന്നെ അതിന്റെ കറികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ? ഇന്ന് തൽക്കാലം ഞങ്ങൾ ഇങ്ങനെ റൂമിനോട് കൊണ്ടുപോകണം. പിന്നെ കാരണം ബിരിയാണി വലിയ കുഴപ്പമൊന്നുമില്ല, തുറക്കണേന് മുന്നേ കുഴപ്പമില്ല. മണ്ണടിക്കുന്നുണ്ടല്ലേ? അങ്ങനെ നമ്മൾ നേരെ വെച്ച് കുടിക്കുകയാണ് മെട്രോയിലോട്ട്. റെഗ മെട്രോയിൽ നമ്മൾ കാർഡ് എടുക്കുകയാണ്. ഒരു കാർഡിന് 25 രൂപ. ഓക്കെ, 170ക്ക് 7 കാർഡ് എടുത്തു. ഓക്കെ, അതിൽ 19 റിയാൽ നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും. 6 റിയാൽ കാർഡിന്റെ പൈസ 5.
ഇതാണ് റൂട്ട് മാപ്പ്. ഇതിലിപ്പോൾ നമ്മളെവിടെയാണ്? ഇവിടെയാണ് നമ്മള്. ഇനി ദുബായ് മാൾ എവിടെ? അതിൽ നോക്കിയിട്ടൊന്നും മനസ്സിലാവാത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അല്ല അതന്നെയാണ്, ഇതാണ് റൂട്ട് മാപ്പ്, അതല്ല റൂട്ട് മാപ്പ്. അത് ഭൂപട. ഇതാണ് നമ്മളുള്ളതും കൂടെയാണ്. നമ്മളെന്ത് കയറി കഴിഞ്ഞാൽ 18, 19, 20, 21, 22, 23, 24, 25, 26-ാമത്തേതിൽ ഇറങ്ങാം. അല്ല 25-ലാണ് ഒരു സ്റ്റേപ്പ്. അപ്പൊ ഓക്കെ. റോഡ് മാപ്പ് ഇട്ടില്ല അപ്പൊ റൂട്ട് മാപ്പ് ഫോട്ടോ എടുക്കും. അങ്ങനെ മെട്രോന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 7 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. പിന്നെ നേരെ ഞങ്ങൾ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും സമയം ഏകദേശം ഈവനിങ് ആയി. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അനിയെന്തിനാ വന്നതാ? അനിയാ എന്തിനാ വന്നതാ? ചായയാണോ? ചായയാണോ? എന്തൊരു സാധനം പോയിട്ട് പോകാൻ ഓർഡറായിട്ട് ഞങ്ങൾ കൊടുത്തതേ അറേബ്യൻ ഷവർമ ഉണ്ടായിരുന്നു, ക്ലബ് സാൻഡ്വിച്ച്, പിന്നെ ഞങ്ങൾ വലിയവർക്ക് കറക്ക് ചായ എന്ന് പറഞ്ഞു, അത് പറഞ്ഞു. പിന്നെ കൂടാതെ കുട്ടികൾക്ക് ഫലൂദയും ജ്യൂസൊക്കെ പറഞ്ഞു. ഓക്കെ, എന്തായാലും എടുക്കുവോ? കിട്ടില്ലല്ലോ. ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും സമയം ഇരുട്ടിട്ടോ. ഓക്കെ, സമയം ഏകദേശം ഇരുട്ടി. ഇതിപ്പോ ദേരയിലുള്ള റിഗ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് ഞങ്ങൾ റൂം ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ നമ്മൾ റൂമൊക്കെ നടക്കുകയാണ്. അപ്പൊ മക്കളെ, ഞങ്ങള് നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളെ ദുബായിലെ ഞങ്ങളെ ഡ്രൈവറല്ല, എന്റെ പെങ്ങളെ മോനാണ്. ഓക്കെ, ഓനിത് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ സമയം 8 മണി. അപ്പം പണിയൊക്കെ തീർത്ത് ഞങ്ങൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ കേക്ക് കെട്ടിയാൻ പോകും അല്ലേ? ഈ കേക്ക് പിടിക്കല്ലേ? എന്നാ കയറി യൂട്യൂബിലെ ബ്ലോഗാണ്. അപ്പൊ എന്റെ വണ്ടി ഞാൻ മുന്നിലിരിക്കല്ലേ? നല്ല വണ്ടി. നമുക്ക് ഇങ്ങനത്തെ വണ്ടി എടുക്കണം. ഇവിടെ ഉള്ള ആൾക്കാരാ. മക്കളെ, ഞങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 2-3 കിലോമീറ്റർ പോകുന്നുള്ളൂ. ബ്ലോക്ക് കണ്ടില്ലേ? ഷാർജയിലേക്ക് പോകുന്ന റൂട്ടാണെന്നാ പറഞ്ഞത്. ഭയങ്കര ബ്ലോക്ക്. ഇനി മുന്നിൽ എന്തോ ആക്സിഡന്റ് ആണെന്ന് അറിയില്ല. കുറെ നേരമായി ഇങ്ങനെ ഗിയറ് മാറ്റുക. ഇതെപ്പോൾ അളകിയ പോലെ ഒന്ന് ഇളകും, പിന്നെ 5 മിനിറ്റ് ആലോചിക്കും. ഇതാണ് നമ്മളെ ദുബായിന്റെ അവസ്ഥ. നമ്മളെ വളാഞ്ചേരിനും പെരുന്തമണയിലും കുറ്റം പറയും. ഇത്രയൊക്കെ ഡെവലപ്മെന്റ് ഉള്ള ദുബായിന്റെ അവസ്ഥയാണത്. ഓക്കെ, ഞാൻ ദുബായിനെ കുറ്റം പറയാൻ വന്നതല്ല, അങ്ങനെ ഞാൻ വീട്ടിൽ കയറണം. നമുക്ക് നമ്മൾ കേക്ക് മേടിക്കണം. കുഴപ്പമില്ലാത്ത കേക്ക് കണ്ടുട്ടോ. അതിന്റെ ആ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. ഒരു 1.5 കേക്കല്ലേ, 140 ദിർഹം, 139 ദിർഹം കേട്ടോ ഒരു കിലോയുടെ കേക്ക്. പക്ഷെ അടിപൊളി സാധനം. ആവശ്യത്തിലേറെ ഫ്രൂട്ട്സ് എനിക്കിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് കേക്ക് മേടിച്ചു. കേക്ക് മേടിച്ചു. ഇനി നമുക്ക് ശരി, കയറി. അപ്പൊ അതാ അടുത്ത ആളെടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. വേഗം പോയിട്ട് വരി. ഞങ്ങള് ഇവിടെ എത്തി. അതാ ദുബായ് മുനിസിപ്പാലിറ്റി. അതിന്റെ അടുത്ത് ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കില്
ഞങ്ങളിവിടെ കേക്ക് കട്ട് ചെയ്യാൻ എത്തിയതാണ്. അവിടെ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടോ? അവിടെ ബോട്ടൊക്കെ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ട്. ഓക്കെ, ഞങ്ങൾ കേക്ക് പോയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ബോട്ടുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു നല്ലൊരു ഏരിയ. കുറേ ബോട്ടുകൾ കായലിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലി അവിടെയാണ്. അവിടെ നമ്മുടെ ഫാമിലി ഉള്ളത്. അപ്പൊ മക്കളെ, ഞങ്ങള് പിന്നെ സമയം വഴുകി 11 മണിയായി. കാരണം നമ്മളെ കുടുംബക്കാരൊക്കെ ജോലിയുള്ള ആൾക്കാരാണ്, അവർക്ക് ജോലി കഴിഞ്ഞെത്തണ്ടേ. എന്തായാലും ഇതാ വരണം നമ്മളെ സെലിബ്രിറ്റികൾ. അങ്ങനെ നിങ്ങളെ കാത്തിരിക്കല്ലേ. ഓന്ന് കുറെ അപ്പൊ ഞങ്ങള് എല്ലാരും എത്തുമ്പോൾ കേക്ക് കട്ടിയല്ല. വിളിച്ചാ എന്ത് നാട്ടിൽ 12 മണി കഴിഞ്ഞല്ലോ. Happy birthday to you. Happy birthday to you. Happy birthday Rakshadu. Happy birthday to you. Kadu.